നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് പരാജയം. 2-1 റയൽ ബെറ്റീസാണ് അവരെ പരാജയപ്പെടുത്തിയത്. ഇസ്കോ, റയൽ മാഡ്രിഡിൻ്റെ മുൻ താരം ഇസ്കോ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി. പെനാൽറ്റി ഗോളാക്കിയതിന് ശേഷം അദ്ദേഹം തൻ്റെ മുൻ ക്ലബിനെതിരെയുള്ള ഗോൾ നേട്ടം സെലിബ്രേറ്റ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏതായാലും റയലിന് ഇത് വലിയ തിരിച്ചടിയാണ്. മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ ഗോൾ ബ്രാഹിം ഡയസ് ആണ് നേടിയത്. മറുഭാഗത്ത് റയൽ ബെറ്റീസിനായിട്ട് കാർഡോസോയും ഇസ്കോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. റയൽ ബെറ്റീസിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വിനി ജൂനിയറും കിലിയൻ എംബാപ്പയും റോഡ്രിഗോയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ ആദ്യ 10-20 മിനിറ്റ് റയൽ മാഡ്രിഡ് മോശമല്ലാത്ത പ്രകടനം തന്നെ നടത്തി. പക്ഷേ അതിനുശേഷം പൂർണ്ണമായിട്ടും റയൽ മാഡ്രിഡിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. 10ാമത്തെ മിനിറ്റിൽ ബ്രൈൻ ഡയസിലൂടെ റയൽ മാഡ്രിഡ് ലീഡെടുത്തു. എന്നാൽ 34ാമത്തെ മിനിറ്റിൽ ഇസ്കോയുടെ അസിസ്റ്റിൽ നിന്ന് കാർഡോസോ ഗോൾ അടിച്ചതോടെ റയൽ ബെറ്റീസ് ഒപ്പം പിടിച്ചു. തുടർന്ന് രണ്ടാം പകുതിയിൽ 54ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഇസ്കോ ഗോളാക്കി മാറ്റിയതോടെ 2-1 റയൽ ബെറ്റീസ് വിജയിക്കുകയായിരുന്നു. കളിയുടെ അവസാന 10-15 മിനിറ്റ് 10-15 മിനിറ്റ് എംബാപ്പയെ പിൻവലിച്ച് എൻട്രിക്കിനെ ഇറക്കിക്കൊണ്ട് ഒരു ശ്രമമൊക്കെ നടത്തി കാർലോ ആഞ്ചലോട്ടി. പക്ഷെ അതൊന്നും റയലിന് തിരികെ വരാനുള്ള ഒരു വഴി നൽകിയില്ല. എംബാപ്പയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് നേരത്തെ പിൻവലിച്ചു എന്നതിന് പിന്നീട് ആഞ്ചലോട്ടി വിശദമാക്കി മറുപടി പറഞ്ഞു. അതിന് പറഞ്ഞത് എംബാപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ടീമിനോടൊപ്പം അങ്ങനെ ട്രെയിനിങ് നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് പല്ല് പറിച്ചതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കാൻ അദ്ദേഹത്തെ പിൻവലിച്ചു. നല്ല ഫോമിലുള്ള എൻട്രിക്കിനെ താൻ കളിക്കളത്തിലേക്ക് വിടുകയായിരുന്നു എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. പക്ഷേ എന്തു ചെയ്തിട്ടും കളി തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല. മത്സരം 2-1 റയൽ മാഡ്രിഡ് പൊട്ടിയതോടുകൂടി 26 കളികളിൽ നിന്ന് 54 പോയിന്റുള്ള റയൽ മാഡ്രിഡ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ്. ലാലിഗ കൈവിടുകയാണോ റയൽ മാഡ്രിഡ് എന്നൊരു ചോദ്യം ഓൾറെഡി ആരാധകരുടെ മനസ്സിലുണ്ട്. സമീപകാലത്ത് അങ്ങനെയുള്ള റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് 26 കളികളിൽ നിന്ന് 56 പോയിന്റോടെ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ലാലിഗയിൽ ബാഴ്സലോണക്ക് 25 കളികളെ അവർ കളിച്ചുള്ളൂ. ഇന്നത്തെ കളി റയൽ സോസിഡാഡിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അവർ 1ാം സ്ഥാനത്തേക്ക് തിരികെ എത്തും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.